ക്രിസ്തു യേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പമായിരിക്കുവാനും നിങ്ങളുമായി ദൈവവചനം പങ്കിടുന്നതിനും ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അതിനവസരം ഒരുക്കി തന്ന ഈ സഭയിലെ ശുശ്രൂഷകനും ഇവിടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു സത്യ ആരാധനയിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും ലഭിക്കുന്ന നല്ല ദിനങ്ങൾ ആരാധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ നമുക്ക് ചിന്തിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം വിമോചിപ്പിക്കുന്ന സത്യ ആരാധന എന്നതാണ്. വിമോചിപ്പിക്കുന്ന സത്യ ആരാധന, ട്രൂ വർഷിപ്പ് ദാറ്റ് ലിബറേറ്റ്സ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സഭ എന്നാൽ ആരാധിക്കുന്നവരുടെ ഇടമാണ്. എന്താണ് ആരാധന? ആരാധന എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ്, സ്ഥലമാണ് ആരാധന. ഒരു ആരാധന സമൂഹത്തെ നാം സസൂക്ഷ്മം പരിശോധിച്ചാൽ അവിടെ ആയിരിക്കുന്ന വ്യക്തികൾ പലപ്പോഴും 3 തരത്തിൽ ഉള്ളവരായിരിക്കാം. ചില വ്യക്തികൾ സഭാ കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ ആരാധനയ്ക്ക് കടന്നു വരുന്നവർ. രണ്ടാമത്തെ വിഭാഗം ആരാധനയെ ഒരു ആചാരമായി കണ്ടുകൊണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ചയിൽ ആരാധനയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഒരു ആചാരമായി കണ്ടുകൊണ്ട് കടന്നു വരുന്നവർ. മൂന്നാമതായി ആരാധിക്കുവാൻ വേണ്ടി മാത്രം കടന്നു വരുന്നവർ. ഈ മൂന്നാമത്തെ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ. ആരാധിക്കുവാൻ വേണ്ടി മാത്രം കടന്നു വരുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ എന്താണ് വിമോചനം? ബന്ധനാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് വിമോചനം. അടിമത്തിൽ നിന്നോ അടിച്ചമർത്തലിൽ നിന്നുള്ള ഒരു മോചനം ആണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസ്ഥയാണ് വിമോചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈബിളിൽ ഏകദേശം 49 പ്രാവശ്യത്തോളം വിമോചനം, രക്ഷ എന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. വിമോചനം എന്നത് ദാരിദ്ര്യത്തിൽ നിന്നോ, കുടുംബ സാഹചര്യങ്ങളിൽ നിന്നോ, സമൂഹത്തിൽ നിന്നോ, സംസ്കാരത്തിൽ എന്നുള്ള ആ ചങ്ങലയിൽ നിന്നുള്ള ഒരു മോചനമാണ്. നാം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ കുടുംബമാകുന്ന, ജാതിയാകുന്ന, നമ്മുടെ സംസ്കാരമാകുന്ന ചങ്ങലയിൽ ബന്ധിച്ചു കഴിയുന്നവരാണ്. ആ ബന്ധനത്തിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കണമെങ്കിൽ ആരാധനയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യ സഭ നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം വിമോചിപ്പിക്കപ്പെടുന്ന സത്യ ആരാധന എന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാം. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളെ സാഹചര്യത്തിൽ 3 കാര്യങ്ങൾ. ഒന്നാമതായി രോഗത്തിൽ നിന്നുള്ള വിമോചനം. രോഗത്തിൽ നിന്നുള്ള വിമോചനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. യേശു അവളെ അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. സിനഗോഗിലെ ആരാധനയിൽ നടന്ന ഒരു രോഗസൗഖ്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശബത്തിൽ ഒരു പള്ളിയിൽ, അതായത് യഹൂദന്മാരുടെ സിനഗോഗിൽ യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ ആരാധന സ്ഥലമാണ് സിനഗോഗ് എന്നറിയപ്പെടുന്നത്. അവരുടെ ആരാധന ദിവസമാണ് ശബത്ത്.
ആരാധനയുടെ ഭാഗമായിട്ടാണ് യേശു അവിടെ പ്രസംഗിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ യേശു അവിടെ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അവിടെ കൂനിയായ ഒരു സ്ത്രീയെ യേശു കാണുന്നതും അവളെ തൊട്ട് സൗഖ്യമാക്കുന്നതും. ഈ കൂനിയായ സ്ത്രീ രോഗാത്മാവ് ബാധിച്ച് നീണ്ട 18 വർഷങ്ങൾ ഒന്ന് നിവർന്നു പോലും നിൽക്കുവാൻ കഴിയാത്ത തരത്തിൽ കൂനിയായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് ആ സഭയിൽ ഒത്തിരി പ്രഗത്ഭരായ വ്യക്തികളും സമ്പന്നന്മാരും പണ്ഡിതന്മാരായ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ യേശു അവിടെ കാണുന്നത് ആ കൂനിയായ സ്ത്രീയെ മാത്രമാണ്. നീണ്ട 18 വർഷങ്ങൾ ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ നടക്കുവാൻ പോലും പ്രയാസമനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൂനിയായ സ്ത്രീ. തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് ഒന്ന് കാണുവാൻ, ഒന്ന് നിവർന്നു നോക്കുവാൻ പോലും പറ്റാതെ മുഴുവനായി മടങ്ങിപ്പോയ ഒരു സ്ത്രീ. യേശു അവളെ കണ്ടെത്തുന്നു. സുനോഗോഗിൽ നമുക്കറിയാം, ഒരു പള്ളിയിൽ നാം ആയിരിക്കുമ്പോൾ, നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രത്തോളം ഇവിടെ ഒരു കൂനിയായ സ്ത്രീ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോയ അവസ്ഥയിൽ കൂനിയായി ഇരിക്കുമ്പോൾ യേശു ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ സ്ത്രീയെ മാത്രം കാണുന്നതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേദഭാഗം. ശാസ്ത്ര പുരോഗതി ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും രോഗം ബാധിച്ചാൽ അത് അവരുടെ ശാരീരിക വൈകല്യങ്ങൾ ബാധിച്ചാൽ ഒരു ദുരാത്മാവാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് യേശു ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നത്. രോഗാത്മാവോ ദുരാത്മാവോ ബാധിച്ച വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു, ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരായിരുന്നു. എന്നാലും ആ സ്ത്രീ അവിടെ ആരാധനാലയത്തിൽ കടന്നു വരുവാൻ മനസ്സ് കാണിക്കുന്നു. ആ സ്ത്രീയുടെ ജീവിതം നാം പരിശോധിച്ചാൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ കളിയാക്കലുകൾ, ഒറ്റപ്പെടലുകൾ, മറ്റുള്ളവരാൽ പറഞ്ഞു കേൾക്കുന്ന കുത്തുവാക്കുകൾ പലരും ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഈ 18 വർഷക്കാലം ആ സ്ത്രീ അനുഭവിച്ചു കാണും. ആ സ്ത്രീയുടെ യൗവനകാലവും കൗമാരകാലവും ആ സ്ത്രീയുടെ നല്ല വയസ്സൊക്കെയും ഈ രോഗാവസ്ഥയാൽ വേദനിച്ച് ഒരു കാര്യം പോലും ചെയ്യാതെ ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഇനി എനിക്കൊരു സൗഖ്യമില്ല, ഞാൻ ഈ ഒരവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോകും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്ന ആ വേദനയുടെ മധ്യത്തിലും ആ സ്ത്രീ അവിടെ ഈ ആ ആരാധനാലയത്തിൽ പങ്കെടുക്കുവാൻ കടന്നു വരുന്നു. യഹൂദന്മാർ ആ സ്ത്രീയെ അവിടെ ആരാധനാലയത്തിൽ കാണുന്നു. ആ ആരാധനാലയത്തിൻ്റെ ഏതോ ഒരു ബാക്കിൽ മൂലയിൽ ആ സ്ത്രീ അവിടെ വന്ന് ഇരിക്കുന്നു. എന്നാൽ യേശു അവളെ കാണുന്നു, അവളെ തൊടുന്നു, സൗഖ്യമാക്കുന്നു. യേശു അവളോട് ഇപ്രകാരം പറഞ്ഞു: സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം നടത്തിയതും ആ കൂനിയായ സ്ത്രീയുടെ രോഗാത്മാവ് വിട്ടുമാറുകയും അവൾ സൗഖ്യമാക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേദഭാഗം. ഈ ഒരു സംഭവത്തിൽ കൂനിയായ സ്ത്രീ സൗഖ്യം പ്രാപിക്കുവാനുള്ള പ്രധാന കാരണം അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അവൾ ചിന്തിച്ച് ഭവനത്തിൽ അഭയം പ്രാപിക്കാതെ ആരാധനാലയത്തിൽ കടന്നു വന്നു എന്നതാണ്. നാമും പലപ്പോഴും ചിന്തിക്കുന്നത് 6 ദിവസം അധ്വാനിക്കുവാനുള്ളതും 7-ാം ദിവസം വിശ്രമിക്കുവാനോ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകുവാനോ എൻജോയ്മെൻറ്റ് ചെയ്യുവാനുള്ള ദിവസങ്ങളായിട്ടാണ് നാം ഈ ശബത്ത് ദിവസത്തെ കാണുന്നത്. എന്നാൽ ഈ സ്ത്രീ ഈ ശബത്ത് ദിവസത്തെ ആരാധിക്കുവാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി ഈ സിനഗോഗിൽ ആരാധിക്കുവാനായി കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ അവിടെ സൗഖ്യം പ്രാപിച്ചത്. ഇന്ന് നാമിൽ പലരും കാണാത്ത ഒരു സ്വഭാവമാണ്. പലപ്പോഴും നാം ഞായറാഴ്ച ദിവസങ്ങൾ
ശബത്ത് ദിവസം മറ്റുള്ളവരെ ഭവനത്തിൽ പോകുവാനുള്ള ദിവസങ്ങളായും പല പരിപാടികൾ ചെയ്യുന്ന ദിവസങ്ങളായും നാം വേർതിരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പനിയോ പ്രയാസമോ ചെറിയൊരു രോഗം വന്നാലും നാം ശബത്ത് ദിവസം ആരാധന മുടക്കുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറില്ലേ? ഇവിടെ ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാത്ത ആ സ്ത്രീ ഈ ആരാധനയിൽ കടന്നു വരുന്നു, അവൾ സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ശബത്ത് ദിവസം നാം ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. എന്ത് പ്രശ്നം വന്നാലും എന്ത് രോഗമായാലും ഒന്ന് നടക്കുവാൻ സാധിച്ചാൽ, ഒന്ന് നമ്മുടെ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചാൽ ഒരു മടിയും കൂടാതെ ഈ ആരാധനാലയത്തിൽ കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ആരാധനാലയത്തിൽ കടന്നു വന്ന് നാം പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് പലപ്പോഴും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. എങ്കിലും നാം പലപ്പോഴും ഭവനത്തിലായിരിക്കുമ്പോൾ ഈ വസ്തുതകളൊക്കെ മറന്നു പോകുന്നവരായി നാം മാറിപ്പോകാറില്ലേ? നമ്മുടെ ജീവിതം ഏറെ ആനന്ദവും സന്തോഷവുമായി തീരണമെങ്കിൽ ഒരു ദിവസം പോലും ആരാധന മുടക്കാതെ ഈ ആരാധനാലയത്തിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ കടന്നു വന്ന ആ കൂനിയായ സ്ത്രീ തൻ്റെ ജീവിതത്തെ ഓർത്ത് പഴിച്ച് താൻ ഇനി ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് ദുഃഖിതയാകാതെ ആരാധനാലയത്തിൽ കടന്നു വന്നു. അതുകൊണ്ടാണ് അവൾ വിമോചിതയായത്, സൗഖ്യമായത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നാം നോമ്പ് നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ നോമ്പ് നാളുകൾ നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകുന്ന ദിനങ്ങളായി നാം വേർതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും കൂടിയേ തീരൂ. ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും മാറി നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടും എന്ന് നാം തിരിച്ചറിയണം. ആരാധന നമ്മെ വിമോചിപ്പിക്കുന്നു, നമ്മെ വിടുവിക്കുന്നു. രണ്ടാമതായി, കാരാഗൃഹത്തിൽ നിന്നുള്ള വിമോചനം. കാരാഗൃഹത്തിൽ നിന്നുള്ള വിമോചനം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വേദഭാഗം നാം ഇന്ന് വായിച്ചു കേട്ടതാണ്. അവിടെ വിമോചിതരായ പൗലോസിനെയും ശീലാസിനെയും കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും ശീലാസും ഫിലിപ്പിയിലുള്ള ഒരു കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരാകുകയാണ്. അതികഠിനമായ ബന്ധനത്തിൽ കഴിയുമ്പോഴും അവർക്കവിടെ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ പാടി മഹിമപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ആരാധിക്കുന്ന സമയം അർദ്ധരാത്രി എന്നവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ പ്രാർത്ഥിച്ചും സ്തുതിച്ചും പാടി മഹിമപ്പെടുത്തുവാൻ പൗലോസിനും ശീലാസിനും ആ രാത്രി സമയത്തും സാധിച്ചു എന്ന് നാം തിരിച്ചറിയണം. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ്. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുന്നു. അവർ ബന്ധിച്ചിരുന്ന ചങ്ങലകളൊക്കെ കെട്ട് അറ്റ് താഴെ വീണു പോകുന്ന ഒരു അവസ്ഥ. പ്രാർത്ഥനയുടെ ശക്തിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും ശീലാസും അപ്പോസ്തലന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതായിരുന്നു. അവർ അവിടെ ബന്ധനാവസ്ഥയിലായിരിക്കുമ്പോഴും അവർ ദൈവത്തെ പാടി മഹിമപ്പെടുത്തുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോസ്തലന്മാർക്ക് അവരുടെ ആ സാഹചര്യത്തെ ഓർത്ത് വേദനയോടെ ഭാരത്തോടെ കഴിയാമായിരിക്കും. എങ്കിലും അവരുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യം അവർ മറന്നുകൊണ്ട്
ദൈവത്തെ ആരാധിക്കുന്നു ആയി നമുക്കവിടെ കാണുവാൻ കഴിയും. ഇവിടെ പൗലോസും ശീലാസും ആരാധിക്കുന്നതിനോടൊപ്പം അവിടെ കാരാഗ്രഹ പ്രമാണിയും കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബവും ദൈവത്തെ അറിയുന്നതായി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാരാഗ്രഹ പ്രമാണി ഒരു തടവുകാരനെ രക്ഷപ്പെടുവാൻ സഹായിച്ചാൽ ആ തടവുകാരൻ എന്താണ് കുറ്റം ചെയ്തത്, ആ കുറ്റത്തിന് അനുയോജ്യമായ ശിക്ഷ അനുഭവിക്കുവാൻ അവിടുത്തെ ആ കാരാഗ്രഹ പ്രമാണിയാണ് ബാധ്യസ്ഥൻ. അതുകൊണ്ട് തന്നെ ഒരു കാരാഗ്രഹ പ്രമാണിയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തടവുകാരനെ രക്ഷപ്പെടുവാൻ അനുവദിക്കാറില്ല. ഇവിടെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഭൂകമ്പമുണ്ടായി ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികൾ 12 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പത്രോസ് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ കാവൽക്കാരെ കൊണ്ടുപോയി കൊല്ലുവാൻ ഹെരോദാവ് രാജാവ് കൽപ്പിക്കുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഹെരോദ രാജാവ് ആ കാരാഗ്രഹ പ്രമാണിയെ കൊല്ലുവാനായി ആജ്ഞാപിക്കുന്നതായി അപ്പോസ്തല പ്രവൃത്തി 12 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു തടവുകാരൻ രക്ഷപ്പെട്ടാൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് അവിടെ കാരാഗ്രഹ പ്രമാണിയാണ്. ഈ കാരാഗ്രഹ പ്രമാണി ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ബന്ധനാവസ്ഥയിലായിരുന്നവർ വിമോചിതരായി മാറുന്നതാണ്. അവർ അവിടെ നോക്കുമ്പോൾ ആമത്തിലിട്ട് പൂട്ടിയിരുന്ന വളരെ ബന്ധിച്ചിരുന്ന വ്യക്തികൾ അവിടെ കാണുവാൻ കഴിയുന്നില്ല. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ചങ്ങലകൾ അവിടെ കിടക്കുന്നു, വാതിലുകൾ തുറന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരാഗ്രഹ പ്രമാണിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്തായാലും താൻ മരണപ്പെടും. അതുകൊണ്ട് താൻ സ്വയമായി മരണപ്പെടുവാൻ വേണ്ടി അവിടെ നിന്ന് ഓടുവാൻ തീരുമാനിക്കുന്ന അവസ്ഥയിലാണ്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവർ പൗലോസിനെയും ശീലാസിനെയും കണ്ടെത്തുന്നത്. ആ പൗലോസും ശീലാസും ആ വ്യക്തിയെ കാരാഗ്രഹ പ്രമാണി ആശ്വസിപ്പിക്കുന്നു. നിന്റെ ജീവന് നാശം വരുത്തരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ആ പൗലോസും ശീലാസും ആ കാരാഗ്രഹ പ്രമാണി ആശ്വസിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആ കാരാഗ്രഹ പ്രമാണി അവിടെ രക്ഷ പ്രാപിക്കുന്നു. അവിടെ യേശുവിനെ തിരിച്ചറിയുന്നു. കുടുംബമായി സ്നാനമേറ്റ് യേശുവിൽ വിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ കാരാഗ്രഹ പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. നാം നോക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി അവിടെ ഏതു വിധത്തിലും ശിക്ഷ അനുഭവിക്കുവാൻ ബാധ്യസ്ഥനായി മാറിയിരിക്കുന്നു. കാരണം വാതിലുകൾ തുറന്നു കിടക്കുന്ന ഒരവസ്ഥയിൽ ഏതു തടവുകാരനും രക്ഷപ്പെട്ടു പോകാം എന്ന് ആ കാരാഗ്രഹ പ്രമാണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാതെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണി തന്നെ സ്വയം നശിപ്പിക്കുവാനായി തീരുമാനിച്ച് നടക്കുന്ന വേളയിലാണ് പൗലോസിനെയും ശീലാസിനെയും മറ്റു തടവുകാരെയൊക്കെ കണ്ട് ആനന്ദിക്കുന്നത്. കാരണം താൻ മരണപ്പെട്ടു പോകാമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തൻ്റെ ജീവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് ഈ പൗലോസും ശീലാസും മാത്രമാണ്. നമ്മുടെ ജീവിതം നാം പരിശോധിച്ചാൽ പലപ്പോഴും നമുക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയാറുണ്ടോ എന്ന് നാം ഒരു നിമിഷം തിരിഞ്ഞു നോക്കണം. പ്രതികൂല സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാറില്ല. രോഗങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും യേശുവിനെ മറന്ന് നാം ഇത്ര ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് കുറ്റം പറയുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറില്ലേ? ഇവിടെ കാരാഗ്രഹ പ്രമാണി യേശുവിനെ അറിയുന്നതിന് വേണ്ടി പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിക്കുന്നതിലൂടെ ആ കാരാഗ്രഹ പ്രമാണി രക്ഷ പ്രാപിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരാഗ്രഹ പ്രമാണിയും കുടുംബമായി യേശുവിനെ സ്നാനമേറ്റ് രക്ഷയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ കാരാഗ്രഹ പ്രമാണി യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെ തൻ്റെ ജീവൻ തന്നെ നഷ്ടമായി പോകാമായിരുന്ന ഒരവസ്ഥയിലാണ്, ജീവിതത്തിൻ്റെ അവസാന സമയത്താണ് ആ കാരാഗ്രഹ പ്രമാണി യേശുവിനെ തിരിച്ചറിയുന്നത്.
അതുപോലെ തന്നെ യേശുവിനൊപ്പം കുരിശിൽ കടന്ന ആ കള്ളൻ അത്രയും നാളുകൾ യേശുവിനെ തിരിച്ചറിയാതെ തനിക്ക് തോന്നിയ പോലെ അവസ്ഥയിലാണ് ജീവിച്ചത്. എന്നാൽ കുരിശിൽ കിടക്കുന്ന അവസാന സമയത്താണ് യേശുവിനെ കണ്ടെത്തുന്നതും യേശുവിനോടൊപ്പം യേശുവിൻ്റെ സ്വീകരിക്കുന്നതും യേശുവിനോട് സംസാരിക്കുന്നതും രക്ഷ പ്രാപിക്കുന്നതും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അവിടുത്തെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ത്രീയും അവിടെ രക്ഷ പ്രാപിക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലാവുന്ന ആ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണ് യേശുവിനെ കണ്ടെത്തുന്നത്. ആ അവസ്ഥയിലാണ് നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവനെ കല്ലെറിയട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ അവസ്ഥയിലൂടെ ആ സ്ത്രീ, വ്യഭിചാരത്തിൽ കുറ്റപ്പെട്ട സ്ത്രീ രക്ഷ പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ധൂർത്തപുത്രൻ്റെ അവസ്ഥയും നമുക്കറിയാം. ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും നശിപ്പിച്ച് താൻ ഒന്നുമല്ലാതെ അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു വേളയിലാണ് ആ ധൂർത്തപുത്രനും യേശുവിനെ തിരിച്ചറിയുന്നതും യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതും. നാമും പലപ്പോഴും ഇത്തരത്തിലാണ്. പലപ്പോഴും നമുക്ക് യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ആവശ്യ സാഹചര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ നാം യേശുവിനെ മറന്നു കളയുന്നവരായി മാറാറില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള ഒരവസരത്തിലാണ് യേശുവിനെ കണ്ടെത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പലവിധ പ്രതികൂലങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. രോഗത്തിൻ്റെ അതികഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് യേശുവിനെ നമ്മുടെ രക്ഷകനായി തിരിച്ചറിയുവാൻ കഴിയുന്നത്. നാം പലപ്പോഴും നമ്മുടെ സമ്പത്തൊക്കെ നശിച്ച് ഇനി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, ഇനി മരണപ്പെട്ടാൽ ഉചിതം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം പലപ്പോഴും കടന്നു ചെല്ലാറ്. നാം നമ്മുടെ ഈ ഒരവസ്ഥയിലും ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇവിടെ കാരാഗൃഹത്തിൽ അകപ്പെട്ടപ്പോഴും പ്രാർത്ഥിക്കുവാൻ അവിടെ പൗലോസിനും ശീലാസിനും സാധിച്ചു. നമുക്കും നമ്മുടെ വേദനയിൽ, നമ്മുടെ രോഗത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിനും ശീലാസിനെയും കാരാഗൃഹത്തിൽ ബന്ധിച്ചിരുന്നപ്പോൾ ആ ഒരു വ്യക്തി അവിടെ കാരാഗൃഹ പ്രമാണി മരണപ്പെട്ടു പോയെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ കാരാഗൃഹ പ്രമാണിയുടെ ജീവിതം രക്ഷ പ്രാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു പിതാവും തൻ്റെ മകനും ഒരു ദീർഘയാത്ര പോവുകയാണ്. ആ കുഞ്ഞ്, ആ പിതാവിനോടൊപ്പമുള്ള കുഞ്ഞ് ദീർഘയാത്ര ആയതുകൊണ്ട് തന്നെ ഏറെ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആ പിതാവിനോടൊപ്പം നടക്കുകയാണ്. നടക്കുന്ന വേളയിൽ വഴിയിൽ ഒരു വടി ആ കുഞ്ഞ് എടുക്കുകയും ആ വടി ഉപയോഗിച്ച് പോകുന്ന വഴികളിലെ ഇലകളും കല്ലുകളും മരച്ചില്ലകളുമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ മുൻപോട്ട് നടക്കുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മരക്കൊമ്പിൽ മരച്ചില്ലകളുടെ ഇടയിൽ ഒരു ഉറുമ്പിൻ കൂട്ടത്തെ ആ കുഞ്ഞു കാണുന്നു. ആ കുഞ്ഞു ഒരു ലാഘവുമില്ലാതെ ഒരു വെറുതെ ആ വടി കൊണ്ട് ആ ഉറുമ്പിൻ കൂട്ടത്തെ ഒന്ന് അടിച്ചു തെറിപ്പിക്കുന്നു. ആ അടിയുടെ ശക്തിയിൽ പല ഉറുമ്പുകളും അവിടെ മരണപ്പെടുന്നു. ചില ഉറുമ്പുകൾ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുന്നു. ചില ഉറുമ്പുകളുടെ കൈയും കാലും ചില ശരീരാവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവിടെ കിടന്ന് പിടയുന്ന വേദനിപ്പിക്കുന്ന ഒരു രംഗം. ആ രംഗം കണ്ടതും അതുവരെയും സന്തോഷത്തോടെ കടന്നു വന്ന ആ കുഞ്ഞ് ആ ഉറുമ്പുകളുടെ വേദന കണ്ട് പിടഞ്ഞ് അവിടെ നിൽക്കുന്നു. പിതാവ് ഇതൊന്നും അറിയാതെ മുൻപോട്ട് തന്നെ യാത്ര തുടരുകയാണ്. കുഞ്ഞിന് ഈ ഉറുമ്പുകളുടെ വേദന കണ്ട് ഒന്ന് അവയെ ആശ്വസിപ്പിക്കണം, അവയോട് താൻ ചെയ്തു പോയ ആ തെറ്റിനെ ഓർത്ത് ഒന്ന് സോറി എന്ന് പറയണം എന്നുണ്ട്. എന്നാൽ പിതാവിന് ആ കുഞ്ഞിന് സാധ്യമല്ല. അതുകൊണ്ട് പിതാവിനെ വിളിച്ച് ആ ഉറുമ്പുകളോട്, വേദനിക്കുന്ന ഉറുമ്പുകളോട് ഒന്ന് സോറി എന്ന് പറയണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നു. ആ പിതാവാകട്ടെ
ഈ ഉറുമ്പുകളോട് താൻ എങ്ങനെയാണ് സംസാരിക്കും എന്ന് പോലും അറിയില്ല. എങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സ് ആ പിതാവ് തിരിച്ചറിയുന്നു. വേദനിക്കുന്നവരെ കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാനുള്ള ഒരു മനോഭാവം ആ കുഞ്ഞിന് അവിടെ ഉണ്ടെന്ന് ആ പിതാവ് അവിടെ തിരിച്ചറിയുന്നു. നമ്മിൽ പലപ്പോഴും കാണാത്ത ഒരു സ്വഭാവമാണ് മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അവരോടൊന്ന് ക്ഷമിക്കുവാൻ, അവരെ ഒന്ന് കരുതുവാൻ ഇല്ലാത്ത സ്വഭാവം. എന്നാൽ ഈ കുഞ്ഞ് ആ പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഉറുമ്പുകളോട് ഒന്ന് സോറി പറയണം എന്നാണ്. പിതാവിനറിയാം ഉറുമ്പുകളോട് സംസാരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു വസ്തുതയാണ്. കാരണം ഉറുമ്പുകൾ മാത്രമേ അവർ തമ്മിൽ സംസാരിക്കുകയുള്ളൂ. മനുഷ്യരായ നമുക്ക് ഉറുമ്പുകളോട് സംസാരിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ കഴിയുന്ന അവസരത്തിൽ ആ പിതാവ് ഇങ്ങനെ വേദനിച്ച് ഇരിക്കുകയാണ്. ഇവിടെയാണ് നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തന്നെ ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത്. ഒരു ദൈവം മനുഷ്യനായി ഭൂമിയിൽ എന്തുകൊണ്ടാണ് അവതരിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും വേദനകൾ, നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ എല്ലാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന് മനുഷ്യനായി മാത്രം അവതരിച്ചാലേ മനുഷ്യരായ നമ്മുടെ വേദനകൾ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. നമ്മുടെ രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒരു മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവം നമ്മെ തിരിച്ചറിയുന്നു, നമ്മുടെ സന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ വേദനകൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. ആരാധനയിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ഭാരങ്ങളും മാറിപ്പോകുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവർ അവിടെ വിടുതൽ പ്രാപിക്കുന്നു, വിമോചിതരാകുന്നു. പൗലോസും ശീലാസും മാത്രമല്ല അവിടെ വിമോചിതരാകുന്നത്, അവരോടൊപ്പം അവിടെ ആയിരുന്ന കാരാഗൃഹ പ്രമാണിയും കുടുംബവും അവിടെ രക്ഷ പ്രാപിക്കുന്നു, വിമോചിതരാകുന്നു, വിടുവിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമതായി അടിമത്തിൽ നിന്നുള്ള വിമോചനം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. 4.5 നൂറ്റാണ്ട് മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കഴിയുകയാണ്. അവിടെ പലവിധമായ അടിമ പ്രവർത്തികളിലൂടെയും അവർ വേദനയോടും ഭാരത്തോടും ആയിരിക്കുമ്പോൾ അവർ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവിടെ മോശയെ അവർക്ക് വേണ്ടി അവരുടെ വിമോചനത്തിനായി ഒരുക്കുന്നതാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം. ഇവിടെ നേതാവായി തിരഞ്ഞെടുക്കുന്ന മോശ അവരെ നയിക്കുന്നതിന് പകരം അവിടെ തൻ്റെ കുറവുകൾ, തൻ്റെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തുകയാണ്. ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, ഇത്രയും അധികം ജനക്കൂട്ടത്തെ നയിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ബലഹീനനാണെന്ന് അവിടെ മോശ ദൈവസന്നിധിയിൽ പറയുന്നു. എങ്കിലും ദൈവം മോശയെ തന്നെ അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിനായി തിരഞ്ഞെടുക്കുന്നു. കാരണം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന അവരെ രക്ഷിക്കുവാൻ മോശയ്ക്ക് മാത്രമേ സാധ്യമുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. ആദ്യ നൂറ്റാണ്ടിൽ നാം ആരാധിക്കുമ്പോൾ ഒരു ആരാധനക്രമമോ ഒരു ആരാധന ശൈലിയോ നമുക്ക് അന്നത്തെ ആരാധന സമൂഹത്തിന് ഇല്ലായിരുന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചും തങ്ങളാൽ കഴിയുന്ന വിധത്തിലും ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചിരുന്ന അടിമത്തിൽ നിന്ന്
ഒരു മോചനം ലഭിക്കുന്നത്. പ്രാർത്ഥന ശക്തിയുള്ളതാണ്, പ്രാർത്ഥന കരുത്തുള്ളതാണ്. പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും വിടുതൽ ലഭിക്കും. നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നാം നിലവിളിച്ചുള്ള പ്രാർത്ഥന, മറ്റുള്ള വ്യക്തികൾ കാണുകയുള്ള പ്രാർത്ഥനയല്ല. നാം മുറി അടച്ച് വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹൃദയവും കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ നമ്മുടെ വേദനകളും നമ്മുടെ ഭാരങ്ങളും മാറുക തന്നെ ചെയ്യും. ഈ നോമ്പ് നാളുകളിൽ നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. അതിന് ദൈവം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇവിടെ നാം ആദ്യമായി പറഞ്ഞത് കൂനിയായ സ്ത്രീയുടെ അനുഭവമാണ്. കൂനിയായ സ്ത്രീ ആ ആരാധനാലയത്തിൽ കടന്നു വന്നതുകൊണ്ട് അവൾ സൗഖ്യം പ്രാപിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന ആരും സൗഖ്യം പ്രാപിക്കാതെ കടന്നു പോയിട്ടില്ല. രണ്ടാമതായി പൗലോസും ശീലാസും ബന്ധനാവസ്ഥയിലും അർദ്ധരാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സൗഖ്യവും രക്ഷയും വിമോചനവും പ്രാപിക്കുന്നു. മൂന്നാമതായി ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവർ അടിമത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു. ഈ നോമ്പ് നാളുകളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ ആനന്ദവും സന്തോഷവും നിറഞ്ഞതാകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും കൂടിയേ തീരൂ. ദീർഘനാളുകളായി നാം പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു ചെന്നിരിക്കാം. അവിടെയൊക്കെ നമുക്ക് ആനന്ദവും സന്തോഷവും കണ്ടെത്തുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനയോട് മുൻപോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു.